ഞാനൊരു പെരുമ്പാവൂരുകാരിയായിട്ട് പെരുമ്പാവൂരിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ അത് ഈ സാഹചര്യത്തിൽ വളരെ മോശമായി പോകും. കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് വീഡിയോകൾ കാണുന്നു. വളരെ നഗ്നമായ കാര്യമാണ് പെരുമ്പാവൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പുറംലോകത്തുള്ള നിങ്ങൾ എല്ലാവരും കാണുന്നതും അറിയുന്നതും. പെരുമ്പാവൂരിനെ കുറിച്ച് പെരുമ്പാവൂർ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ വേദനയും ആശങ്കയും ഉണ്ട്. കാരണം വരും തലമുറയുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന പെരുമ്പാവൂരിന്റെ സാഹചര്യങ്ങൾ. ഇത് അധികാരികൾ കണ്ണടയ്ക്കുന്നതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ ഒന്നും അറിയില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ നിസ്സാരമായി തന്നെ നമുക്ക് പെരുമ്പാവൂർ ടൗണുകളിൽ ഹാഷിഷ് ഓയിൽ, മയക്കുമരുന്ന്, കഞ്ചാവ്, നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം വളരെ നിസ്സാരമായും വളരെ ലാഘവത്തോടെയും വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഈ വീഡിയോകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂര്, കാരണം ഞായറാഴ്ചകളിൽ ഞങ്ങൾ മലയാളികൾ പെരുമ്പാവൂർ ടൗണിലേക്ക് കഴിവതും ഇറങ്ങാറില്ല. പെരുമ്പാവൂർ ടൗണിൽ സൺഡേ ഭായിമാരുടെ ദിവസമാക്കി കൊടുത്തിരിക്കുകയാണ് കച്ചവടക്കാര്. ശരിക്കും പറഞ്ഞ മലയാളികൾ തന്നെയാണ് ഈ പെരുമ്പാവൂർ ടൗണിനെ ഇത്രയേറെ മോശമാക്കി മാറ്റിയിരിക്കുന്നത്. സ്വന്തം വരുമാനത്തിന്റെ, ലാഭത്തിന്റെ അടിസ്ഥാനത്തില് ഈ വക നെറികേടുകളെല്ലാം മലയാളികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കൂടെ അധികാരികളും. ആർക്കിതൊക്കെ നോക്കാൻ നേരം? ഒരു കാര്യം മനസ്സിലാക്കണം, പോലീസ് സ്റ്റേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും നമ്മുടെ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും മൂക്കിന്റെ തുമ്പത്താണ് ഈ പെരുമ്പാവൂർ ടൗൺ. ആ ടൗണിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് വളരെയേറെ രസകരമായ ഒരു കാര്യം. കാരണം നാഥനില്ല കളരി എന്ന് പറയില്ലേ, ആർക്കും ചോദിക്കാൻ ഇവിടെ കഴിയുള്ള ഒരു നാഥനില്ല. അതിന്റെയാണ് ഈ പെരുമ്പാവൂർ ടൗൺ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ജിഷ കൊലപാതക കേസിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കോൺഗ്രസ്, അതായത് MLA എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിന്റെ സ്വന്തം MLA ആയി വന്നത്. സ്വന്തം കുടുംബം നന്നാക്കുന്നത് പോലെ തന്നെ സ്വന്തം നാട് നന്നാക്കാനുള്ള ഉത്തരവാദിത്തം ഒരു MLAക്കുണ്ട്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല, എന്തുകൊണ്ടത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബോംബെ പോലുള്ള റെഡ് തെരുവുകൾക്ക് സമാനമായി മാറിയിരിക്കുന്നു പെരുമ്പാവൂർ ടൗൺ. മാംസക്കച്ചവടങ്ങൾ സുലഭമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതും പ്രായപൂർത്തി പോലും തികയാത്ത ചെറിയ പെൺകുട്ടികളാണ്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹിന്ദിക്കാരി പെൺകുട്ടികളാണ് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്നുള്ളതാണ്. ഇതിന് കച്ചവടത്തിനായി മുന്നിൽ നിൽക്കുന്നുണ്ട് മലയാളികളും. പണത്തിനു വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാം എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂർ ടൗൺ. ഇവിടുത്തെ ജനങ്ങളും കാശുണ്ടാക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള രീതിയിലേക്ക് സ്വന്തം കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിക്കോ ആർക്കെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ മാത്രമേ ഇവരുടെയൊക്കെ കണ്ണുകൾ തുറക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരിടത്തിന് സംഭവിക്കുമ്പോൾ അത് തന്റെ പ്രശ്നങ്ങളല്ലല്ലോ, തന്നെ ബാധിക്കുന്നതല്ലല്ലോ. അപ്പൊ എന്തു ആകാം എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പെരുമ്പാവൂരുള്ള മലയാളികൾക്ക്. അവനവന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം മാത്രം വേദനിക്കുന്നതിന് അർത്ഥമില്ല. അതുവരെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ കാത്തിരിപ്പ് തുടരുക തന്നെ ചെയ്യും. സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് അതിന്റെ വേദനയും അതിന്റെ ആഴവും എത്രത്തോളമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ കാണിക്കുന്നതൊക്കെ വളരെയേറെ മോശമായ ഒരു കാര്യമാണ്, തോന്നിവാസമാണ്. 3-4 വർഷം പെരുമ്പാവൂര് ഓട്ടോറിക്ഷ ഓടിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് എനിക്കറിയാം പെരുമ്പാവൂർ ടൗൺ എന്താണെന്നും ഭായിമാരെന്താണെന്നും അവരുടെ ചിന്തകളും മാനസികമായ അവരുടെ പ്രവൃത്തികളൊക്കെ എന്താണെന്ന്, എത്രത്തോളം എങ്ങനെയാണ്, ഏത് ലെവൽ വരെ പോകുമെന്നുള്ളതും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ വീടും പെരുമ്പാവൂർ ടൗണും തമ്മിൽ 2 കിലോമീറ്റർ തികച്ചില്ല. എന്തുകൊണ്ട് അധികാരികൾ ഇതിന് നേരെ കണ്ണടയ്ക്കുന്നു? ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് ഏത് നേരത്തും വന്നു കയറാം, പോകാം. ഇവർക്കിടയിൽ തന്നെ പല കൊലപാതകങ്ങളും എത്ര എണ്ണം നടന്നു പെരുമ്പാവൂര്. ആരും അറിയാത്ത സ്ഥലങ്ങളിൽ മുക്കിലും മൂലകളിലും പോയാണ് ഇവരുടെ ഓരോ ലീലാവിലാസങ്ങൾ. അവസാനം അത് കൊലപാതകത്തിലേക്ക് എത്തും. അങ്ങനെ എത്രയോ കൊലപാതകങ്ങൾ. അതുണ്ടായതിനു ശേഷം പോലീസുകാർ ടൗൺ മുഴുവനും ഉണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷമായിരിക്കാം, പലവരുടെയും വീഡിയോ ഇറങ്ങിയതിനു ശേഷം ആയിരിക്കാം ടൗണില് വൻ പോലീസ് സുരക്ഷയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച.
എത്ര ഞായറാഴ്ചകളിൽ പോലീസിന് കാവലിരിക്കാൻ പറ്റും പെരുമ്പാവൂർ ടൗൺ? അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് പോകണ്ടേ? ടൗൺ മുഴുവനും പോലീസ് ഉണ്ടായിരുന്നു ഞായറാഴ്ച. എന്നും കാവലിരിക്കാൻ പറ്റുമോ? തോന്നിവാസം കാണിക്കുന്ന മക്കൾക്ക് എന്നും അച്ഛനമ്മയ്ക്കും കാവലിരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞതുപോലെ ടൗണിൽ എന്നും പോലീസുകാർക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഇവിടെ സിസ്റ്റമാണ് മാറ്റേണ്ടത്. ഈ സൺഡേ ഭായിമാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരുക്കി കൊടുക്കുന്ന സിസ്റ്റം മാറ്റണം. അതിന്റെ ആവശ്യകത എന്താണ്? സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ എന്നും പോവാലോ. എപ്പോഴാണ് മലയാളികൾ എങ്ങനെയാ? ആവശ്യങ്ങൾ വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കടകളിൽ പോവല്ലേ? അതുപോലെ എന്തുകൊണ്ട് ഇവർക്ക് പോയിക്കൂടാ? എന്തിന് ഇവർക്ക് വേണ്ടി ഒരു ദിവസമായിട്ട് പരിഗണിച്ചു കൊടുക്കുന്നത്? ഈ മലയാളികൾ തന്നെയല്ലേ അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത്? കച്ചവടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടിയിട്ട് മലയാളികൾ ഒരുക്കി കൊടുക്കുന്നതല്ലേ? സ്വന്തം കുടുംബത്തിലേക്ക് ആപത്തുകൾ വിളിച്ചു വരുത്തുന്നത് പോലെയാണ് മലയാളികൾ ഇന്ന് പെരുമ്പാവൂർ ടൗണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട്, അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവരൊരു ദിവസം ഇവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ ഇങ്ങനെ ഒരു നിയമം ഇവിടെ വന്നത്? ആരാണ് ഇതിന് സൗകര്യം ഒരുക്കി കൊടുത്തത്? ഈ മലയാളികൾ തന്നെയല്ലേ? ഇവിടുത്തെ അധികാരികൾ തന്നെയല്ലേ? ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളി MLA അവരുടെ മക്കളോ അവരുടെ കുടുംബമോ ഈ പെരുമ്പാവൂർ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പോലീസുകാരുടെ വരുന്നുണ്ടോ? ഈ അധികാരികളുടെ ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ടൗണിലേക്ക് വരുന്നുണ്ടോ? ഈ ഇവിടെയുള്ള ജീവിക്കുന്ന സാധാരണക്കാരാ വരുന്നത്. ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. മുട്ടാതെ, ഒരാൾ മറ്റാൾ മുട്ടാതെ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഒരു സൺഡേ പെരുമ്പാവൂർ ടൗണിലേക്ക്. ഒരാവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരു ആവശ്യത്തിന് പെരുമ്പാവൂർ ടൗണിൽ ടച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ ബ്ലോക്ക് ആയിരിക്കും. എന്തിനും ഇങ്ങനെ ഒരു ദിവസം അവർക്ക് കൊടുക്കുന്നത്? അവരെന്നത്തെയും പോലെ അവർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ആ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ എന്നത്തെയും പോലെ സമയവും സന്ദർഭം നോക്കി അവർക്ക് വന്ന് വാങ്ങിക്കാലോ. ഒരു പ്രത്യേകിച്ച് ഒരു ദിവസം കൊടുക്കുന്നത് കൊണ്ടല്ലേ അവർ ഈ തോന്നിവാസം മുഴുവനും കാണിക്കുന്നത്? ഒരാഴ്ച മുഴുവൻ അവർ പണിയെടുക്കുന്ന പൈസ അതിൽ പകുതി മുക്കാലും ഇവിടെ വന്ന് മയക്കുമരുന്ന് വാങ്ങിക്കാനും സ്ത്രീകളെ മേടിക്കാനും വേണ്ടി അവർ ചെലവഴിക്കുന്നു. ആരാണ് ഇതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത്? അന്യനാട്ടിൽ നിന്ന് വന്നെടുക്കുന്ന ഇവരാണോ? ഇവരിലും കച്ചവടക്കാരുണ്ട്, ഇപ്പോൾ ഇവിടെ ബിസിനസ്സുകാരുണ്ട്, സ്വന്തമായി വീട് വാങ്ങിയേക്കുന്നവരുണ്ട്. അവരും ജീവിക്കാൻ പഠിച്ചു. മലയാളികൾ അവരെ വെച്ച് ജീവിക്കാനും പഠിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരിന്റെ അവസ്ഥ എന്താവും? ഇത് വളരെ സീരിയസ് ആയി തന്നെ MLA ഇടപെടണം, അധികാരികൾ ഇടപെടണം. കാരണം ഈ സിസ്റ്റം മാറ്റണം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സമയങ്ങളിൽ വന്ന് വാങ്ങിക്കുക. ഈ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുത്ത് ഈ പെരുമ്പാവൂർ ടൗൺ ഇങ്ങനെ നശിപ്പിക്കരുത്. ആളുകളുടെ മുമ്പിൽ പെരുമ്പാവൂരാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന നാടാവുക. ചോദിക്കുമ്പോ പെരുമ്പാവൂരെന്ന് പറഞ്ഞ് ചോദിക്കും, ആ ഭായിമാരുടെ നാടാണോ? ബംഗാളികളുടെ നാടാണോ? ഒരു മലയാളിയാണെന്ന് പറയുന്ന നാടാവും. ഇവിടെ മലയാളി ഏതാണ് ബംഗാളി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവര് മനുഷ്യരാണ്, അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ അവരെ പെടുത്തുന്നു. കാരണം അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ നിവൃത്തി കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് കയറി വരുന്നത്. പണിയെടുക്കുന്ന തുച്ഛമായ ശമ്പളം ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ട് കയറി വരണ്ട. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ MLA ചോദിക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കറിയാം, എൽദോസ് കുന്നപ്പള്ളി MLA നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. താങ്കൾ ചെയ്യേണ്ടത് അറിവുള്ള ആളുകളുടെ ഉപദേശം തേടുക എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ പെരുമ്പാവൂർ ടൗണിലൊരു മാറ്റം കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇവിടെ കൊലപാതകങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ മയക്കുമരുന്നുകളോ നിരോധിച്ച ഒരു സാധനങ്ങളും വിൽപ്പന നടത്താൻ പാടില്ല ഈ പെരുമ്പാവൂർ ടൗണിൽ. അത് മലയാളികളായിക്കോട്ടെ ഭായിമാരായിക്കോട്ടെ ആരാണെങ്കിലും ഈ പെരുമ്പാവൂർ ടൗണിൽ അങ്ങനെ പാടില്ല. ഇത് ഭായിമാരെ നാടാന്നുള്ള ഈ ചീത്തപ്പേരൊന്ന് മാറ്റിത്തരണം. ഇവിടെ മാംസ കച്ചവടം പറ്റില്ല. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കണം. ഇപ്പൊ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ പെരുമ്പാവൂർ ടൗണിൽ പോവുകയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. 3-4 പ്രായപൂർത്തി പോലും ആയിട്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ചെറിയ പെൺകുട്ടികൾ വില പേശുവാണ് അവിടെ നിന്ന്. തർക്കങ്ങളും തല്ലും തുടങ്ങി. ആ വീഡിയോയാണ് ഞാൻ കണ്ടത്. ഇപ്പൊ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ പോവുകയാണെങ്കിൽ അവരെന്നോട് ചോദിക്കണം, അമ്മ അവിടെ എന്താ സംഭവിക്കണം ചോദിച്ചാൽ ഞാൻ എന്റെ മകനോട് എന്ത് പറഞ്ഞു കൊടുക്കും? എന്ത് പറഞ്ഞു കൊടുക്കും എന്റെ മകനോട്? ഞാൻ അതെന്താണ് സംഭവം എന്ന് എന്റെ മകനോട് എനിക്ക് പറയാൻ പറ്റുമോ? MLA ആണെങ്കിലും ഈ അധികാരികളാണെങ്കിലും ഈ പോലീസുകാരാണെങ്കിലും നിങ്ങളുടെ മക്കളെയും കൂടെ നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി അതിന് കൊടുക്കും? അത് പറഞ്ഞാൽ മതി എന്നോട്. ഈ പെരുമ്പാവൂരുള്ള ഓരോ സ്ത്രീകളോടും നിങ്ങളതാണ് പറയേണ്ടത്. ഈ ഭായിമാര് വന്ന കാലം കൊണ്ട് മലയാളികൾ ഒരുപാടുണ്ടാക്കി, അത് മതി. നേരായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കും, അത് നിലനിൽക്കും. അതല്ലെങ്കിൽ മാംസ കച്ചവടം നടത്തിയും ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടല്ല സമ്പാദിക്കേണ്ടത്. നാളെ നിങ്ങളുടെ കുടുംബത്തിനും പോകും ജീവൻ.
അതിനുള്ള അവസരം ഇനി ഉണ്ടാക്കാതിരിക്കുക. ഒരുപാട് മരണങ്ങൾ ഈ പെരുമ്പാവൂർ ടൗണിൽ നടന്നു ഇതുമായി സംബന്ധിച്ചിട്ട്. ഇനിയെങ്കിലും ഇതിനെ കണ്ണടയ്ക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലല്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. സ്വന്തം കുടുംബമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വന്തം കുടുംബത്തിലാണ് ഇതുപോലൊരു വിഷയം ഉണ്ടാകുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും? അത് തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യുക. എനിക്കത്ര പറയാനുള്ളൂ. കാരണം ഇനി ഇതിന് നേരെ കണ്ണടച്ച് ഇത് വളരെ വലിയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അധികാരികൾ ഇനിയും കണ്ണടച്ചാൽ പെരുമ്പാവൂർ എന്ന ഈ നാട് എയ്ഡ്സ് രോഗികളുടെ നാടായി മാറും. അങ്ങനെ അറിയപ്പെടേണ്ടതായി വരും. വരും തലമുറ ലഹരിക്ക് അടിമയുമാകും. ഇതെല്ലാം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നേട്ടമായി വേണം കാണാൻ. ഓരോ ഇലക്ഷനും നിങ്ങളുടെ ഭരണ മികവ് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഇതുകൂടി പറയേണ്ടതായി വരും, ഇതുകൂടി രേഖപ്പെടുത്തേണ്ടതായി വരും. അതിന് അവസരം ഒരുക്കാതെ ഇനിയെങ്കിലും വേണ്ട രീതിയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇത് അധികാരിയായ നമ്മുടെ പെരുമ്പാവൂരിന്റെ MLA എൽദോസ് കുന്നപ്പള്ളി വളരെ ഗൌരവത്തോടെ ഈ വിഷയത്തെ കാണണമെന്നും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു.